കൃഷ്ണപുരം നോർത്ത് മണ്ഡലം ദേശത്തിനകം 1-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ കുടുംബ സംഗമവും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങും നടത്തി. കെപിസിസി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണപുരം നോർത്ത് മണ്ഡലം ദേശത്തിനകം 1-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ കുടുംബ സംഗമവും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. കുടുംബ സംഗമം കെപിസിസി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള 100ാമത് വാർഷികം 1925 മഹാത്മാഗാന്ധി കർണാടകയിലെ അന്നത്തെ ബെല്ലാരി ഇന്നത്തെ ബെളഗാവിയിൽ ചേർന്ന AICC സമ്മേളനത്തിൽ മഹാത്മാഗാന്ധിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത്. അന്ന് ഒരു വർഷത്തേക്കാണ് നമ്മുടെ AICC സമ്മേളനം ഓരോ വർഷവും നടക്കുമായിരുന്നു. ഒരു വർഷത്തേക്കായിരിക്കും പ്രസിഡന്റ് തിരഞ്ഞെടുക്കുക. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത് 8 മാസക്കാലം മാത്രമേ അദ്ദേഹം പ്രസിഡന്റ് പദവി അലങ്കരിച്ചു. മഹാത്മാഗാന്ധിയെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തതിന്റെ 100ാമത് വാർഷികം നമ്മൾ രാജ്യമെമ്പാടും ആഘോഷിക്കുകയാണ്. അതിന്റെ ഭാഗമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം മഹാത്മാ കുടുംബ സംഗമങ്ങൾ ചേരുവാനും നാം തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ 1-ാം വാർഡിൽ നമ്മൾ ഈ കുടുംബ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തെ പാവപ്പെട്ട പട്ടിണി പാവങ്ങളായ ജനങ്ങൾ, വസ്ത്രം ധരിക്കാനില്ലാത്തവർ, ഈ രാജ്യത്ത് നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്ന, വിവിധ അനുഷ്ഠാനങ്ങൾ അനുവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന 600ഓളം നാട്ടുരാജ്യങ്ങളായി ചിതറിക്കിടന്ന ഇന്ത്യയെ, ആ ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളും സന്ദർശിച്ച് അദ്ദേഹം രാജ്യത്തിന്റെ ആത്മാവിനെ ആവാഹിച്ച് സ്വന്തം ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയായിരുന്നു മഹാത്മാഗാന്ധി. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി തന്റെ പാന്റും കോട്ടും അല്ലെങ്കിൽ തന്റെ പാന്റും ഷർട്ടും ഒക്കെ ഉപേക്ഷിച്ചു. തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് അദ്ദേഹം മിൽ തൊഴിലാളികളിൽ നിന്നും അവർ സമ്മാനിച്ച ഒറ്റമുണ്ട് അദ്ദേഹം എടുത്തു, ഒരു മേൽമുണ്ട് അദ്ദേഹം ധരിച്ചു. അദ്ദേഹം ആ 2 വസ്ത്രങ്ങൾ മാത്രം ധരിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിലെ ദരിദ്ര നാരായണന്റെ പ്രതീകമായി മഹാത്മാഗാന്ധി രൂപാന്തരപ്പെട്ടത്. തന്റെ ജനതയോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് മഹാത്മജി മുന്നോട്ട് പോവുകയായിരുന്നു. മഹാത്മജി ജനാധിപത്യത്തിന്റെ പ്രവാചകനായി മാറുകയായിരുന്നു. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഭൂരിപക്ഷവും വിശ്വാസികളായിരുന്നു. ആ വിശ്വാസികളായ ജനങ്ങൾ, അവർ ഹൈന്ദവരാണ്, അവരിൽ ക്രൈസ്തവരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ജൈനരുണ്ട്, പാഴ്സികളുണ്ട്, അതുപോലെ സിഖുകാരുണ്ട്, നാനാജാതി മതസ്ഥർ. ഈ മതസ്ഥർക്കെല്ലാം ദൈവവിശ്വാസികളായ ആളുകൾ, ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നവർ, യുക്തിവാദികൾ, ഇവരെല്ലാവരും ഉണ്ട്. പക്ഷേ എല്ലാവർക്കും സ്വീകാരനായി മഹാത്മജിക്ക് മാറാൻ കഴിഞ്ഞത് മഹാത്മജി ഒരു സാധാരണക്കാരനായ, പച്ചയായ മനുഷ്യനായി, അനുകമ്പയുള്ളവനായി, ദയയുള്ളവനായി, കാരുണ്യമുള്ളവനായി മഹാത്മജി ജനങ്ങളോടൊപ്പം ഇറങ്ങി നടന്നുകൊണ്ടാണ് മഹാത്മജിക്ക് ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രചരണങ്ങളിൽ ജനകോടികളെ പങ്കാളിയാക്കാൻ കഴിഞ്ഞത്. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ആർ റോയി അധ്യക്ഷനായി. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ MT സാമുവൽ മത്തായി ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് കെ നാസർ, DCC അംഗം റെജി പുന്നൂരേത്ത്, D അമരേശൻ, S മനോജ്, കോഴിശ്ശേരി രവി, KSK ഹബീബ്, KV റജികുമാർ, ജയകുമാർ പൊന്നൂരേത്ത്, രാജു അതുക്കാട്, മനു കുഴിവേലിൽ, ബിജു ഡാനിയൽ, തമ്പി എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.